ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗൈസ്, കുറേ കാലമായില്ലേ നമ്മളൊരു വീഡിയോ എടുത്തിട്ട്. സോ അതന്നെയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഈ ദിവസങ്ങളൊക്കെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു അവർ ടോപ്പിക്. ജെയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നില്ലേ ഗൈസ്? നിങ്ങൾ ആരൊക്കെ എഴുതി, നിങ്ങളുടെയൊക്കെ അനുഭവം എന്തായിരുന്നു, റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, സോ അപ്പം ഇപ്പം ജെയ്ക്ക് ഞാൻ പറയട്ടെ, ജെയ്ക്ക് വളരെ ലോ കിട്ടിയ എൻ്റെ പല ഫ്രണ്ട്സും കണ്ടോ, അവർ കീമിന് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെയ്ക്ക് നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കുണ്ടെന്ന് വെച്ച് നിങ്ങൾ ആരും വിഷമിക്കരുത്. കാരണം അതിന് കുറഞ്ഞ മാർക്കുണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ എക്സാമിനൊന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്നല്ല. ഓക്കെ, സോ അത് ഡിപ്രസ്ഡ് ആവാതിരിക്കുക. ഓക്കെ, അതാണ് മെയിൻ റീസൺ. പിന്നെ നല്ല റാങ്ക് കിട്ടിയവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഓക്കെ, സോ ഇതൊരു കീം ചാനലായതുകൊണ്ട് നിങ്ങൾ ജയിക്കിട്ട് എഴുതിയാലും നിങ്ങൾ കീമും കൂടെ ഒന്ന് എഴുതണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു അഭിമാനത്തിനെങ്കിലും. ഓക്കെ, അതെന്തിലായിക്കോട്ടെ. ഓക്കെ, പിന്നെ നിങ്ങളുടെ കീമിൻ്റെ പഠിത്തം എങ്ങനെ പോകുന്നു എന്നും കൂടി ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. സോ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അത് ആക്ച്വലി ഞങ്ങൾ +1 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്കിപ്പം ഫിസിക്സിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഫിസിക്സിൻ്റെ പ്രശ്നം ഞാൻ പറയാം. ഫിസിക്സ് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കത്തിയാലേ നമുക്ക് പിന്നെ എല്ലാം സിമ്പിളാണ്. പക്ഷെ കത്താൻ ഇച്ചിരി പാടാണ്, മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചിലപ്പം ഈ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് സിമ്പിളായിരിക്കും. അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിന് വേണ്ടി നിങ്ങൾ ഇച്ചിരി ടൈം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കത്തിക്കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, നമുക്ക് പിന്നെ എല്ലാ പ്രോബ്ലംസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓക്കെ, സോ ഞങ്ങളിടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഒരു കുട്ടി വീഡിയോസാണ്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവിടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പം തന്നെ പറയുക. ഓക്കെ, ഞങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് കൊണ്ടിടാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ്, പിന്നെ കീം എക്സാം ഇപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കീമിന് ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന 4 മാർക്കാണ്. ആൻഡ് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിന് ആക്ച്വലി -1 മാർക്കാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി കരുതുന്ന എന്താണ്, നമ്മൾ ആ 4 മാർക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവുന്നു എന്നല്ല. സോ ആക്ച്വലി അത് പോകുന്നത് ഒരു 5 മാർക്കായിട്ടാണ്. ഓക്കെ, ആൻഡ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ 0 മാർക്സാണ്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോയേക്കണത് ഫിസിക്സിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കംപ്ലീറ്റായി വിടുക എന്നുള്ളതല്ല. കാരണം ഫിസിക്സിൻ്റെ സിമ്പിളായിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ആ ചോദ്യങ്ങളൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ആൻഡ് ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവരും എഴുതും. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വിട്ട് കഴിഞ്ഞാൽ അത് അവർക്കാണ് ഗുണകരമായി വരുന്നത്. സോ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്നത് നമ്മൾ കമ്പയർ ചെയ്താണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് പക്ഷേ കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വിടാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് -++ എന്നൊക്കെ പറഞ്ഞ് സൈൻ വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവും ഫിസിക്സിൽ. എനിക്കൊന്നും 2 പരീക്ഷയല്ലേ കീമിന്, ഫാർമസിയുടെ പരീക്ഷയില്ലേ, അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അതിൽ കുറവ് റാങ്കാണ് ഇതിനേക്കാളും. സോ അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറേ ഫിസിക്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫിസിക്സ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫിസിക്സിൽ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യപ്പെടും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ കോൺസെപ്റ്റ് നല്ലതായിട്ട് ക്ലിയർ ചെയ്തിട്ട് അടിപൊളിയായി പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം ഇതുപോലെയുള്ള കൺഫ്യൂസിങ് തിങ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ്
അതും അല്ലെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിട്ടേക്കാം. പക്ഷേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ഫിസിക്സിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പോയില്ലേ. ആൻഡ് ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാറ്റേഴ്സ്. ഒരു എക്സാം സിമ്പിളാണെങ്കിൽ, കോമ്പറ്റേറ്റീവ് എക്സാം സിമ്പിളാണെങ്കിൽ അതിൽ നമ്മുടെ റാങ്ക് അടിപൊളിയാവണമെന്നില്ല. ഓക്കെ, പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഹാർഡാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല റാങ്ക് കിട്ടിയേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ.